ന്യൂസിലാൻഡിനെതിരെ നടന്ന അവസാനത്തെ ട്വന്റി മത്സരത്തിലും സ്വന്തം കാണികൾക്ക് മുമ്പിൽ സഞ്ജു നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് പുറത്തെടുത്തത്. വെറും 6 റൺസിനാണ് സഞ്ജു മടങ്ങിയത്. ഈ പരമ്പരയിൽ ഉടനീളം മോശം ഫോമിലായിരുന്ന സഞ്ജു ആകെ നേടിയ റൺസ് 46 മാത്രമാണ്. 10, 6, 0, 24, 6 എന്നിങ്ങനെയായിരുന്നു ഈ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ സഞ്ജു നേടിയ സ്കോറുകൾ. ഇതോടെ ഒരു മോശം റെക്കോർഡ് സഞ്ജുവിനെ തേടിയെത്തിയിരിക്കുകയാണ്. 5 മത്സരങ്ങൾ അടങ്ങിയ ട്വന്റി പരമ്പരയിൽ ഒരു ഇന്ത്യൻ ഓപ്പണർ നേടുന്ന ഏറ്റവും കുറഞ്ഞ സ്കോറാണ് ഈ 46 റൺസ് എന്നത്. ഈ മോശം റെക്കോർഡിൽ 2ാം സ്ഥാനത്തുള്ളതും സഞ്ജു തന്നെയാണ്. 2025-ൽ ഇംഗ്ലണ്ടിനെതിരെ സഞ്ജു 5 മത്സരങ്ങളുടെ പരമ്പരയിൽ 51 റൺസ് മാത്രമാണ് നേടിയത്. ഈ ലിസ്റ്റിൽ 3ാം സ്ഥാനത്തുള്ളത് ഋതുരാജ് ഗെയ്ക്വാദാണ്. 2022-ൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഋതുരാജ് ഗെയ്ക്വാദ് 96 റൺസ് ഓപ്പണറായിട്ട് ഇറങ്ങിയിട്ട് 5 മത്സരങ്ങളുടെ പരമ്പരയിൽ നേടിയിരുന്നു. ഈ ഒരു മത്സരത്തോടെ ട്വന്റി വേൾഡ് കപ്പിൽ സഞ്ജുവിന്റെ സ്ഥാനം നഷ്ടമായി എന്ന് തന്നെ പറയാം. കിട്ടിയ അവസരങ്ങൾ മുതലാക്കിയ ഇഷാൻ കിഷൻ സെഞ്ചുറിയുമായിട്ട് എന്ന് തിളങ്ങിയിരുന്നു. ഇഷാൻ തന്നെയായിരിക്കും വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ഫസ്റ്റ് വിക്കറ്റ് കീപ്പറും.